Hi, this is Saji from Miss English Academy. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റ്, ഓൺ, ഇൻ ഇവയുടെ ഉപയോഗമാണ്. ഓക്കെ, ഇവ സമയത്തിന്റെ കൂടെ യൂസ് ചെയ്യും, അതുപോലെ സ്ഥലത്തിന്റെ കൂടെ യൂസ് ചെയ്യും. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമും ഉണ്ട്, പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. അതായത് ഏതൊക്കെ സമയങ്ങളിൽ ആണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് ഇന്ന്, ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നവർക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രിപ്പോസിഷൻസ് ആണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. ഇതോടുകൂടി എവിടെയൊക്കെയാണ് ഇന്ന്, എവിടെയൊക്കെയാണ് അറ്റ്, എവിടെയൊക്കെയാണ് ഓൺ ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അറ്റ് ഉപയോഗിക്കുന്നത് എക്സാക്ട് ആയിട്ടുള്ള ടൈം പറയുന്ന സമയത്താണ്. ഫോർ എക്സാമ്പിൾ, അറ്റ് 5 o'clock, അറ്റ് 9:30, അറ്റ് noon, അറ്റ് midnight, അതുപോലെ അറ്റ് ലഞ്ച് ടൈം, അറ്റ് ഡിന്നർ ടൈം. ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും അറ്റ് യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള ടൈം പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് എക്സാക്ട് അല്ലെങ്കിൽ ഷോർട്ട് മൊമെന്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ, അറ്റ് ദാറ്റ് മൊമെന്റ്, ആ നിമിഷത്തിൽ, അറ്റ് ദാറ്റ് മൊമെന്റ്, അതുപോലെ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഹോളിഡേസ് പറയുന്ന സമയത്ത്, അതായത് ആ ഫെസ്റ്റീവ് പീരീഡ് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അറ്റ് ക്രിസ്മസ്, അതുപോലെ അറ്റ് ഈസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 7 o'clock. ക്ലാസ് 7 മണിക്കാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ 7 മണി എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാക്ട് ആയിട്ടുള്ള ടൈം ആണ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു, അറ്റ് യൂസ് ചെയ്തു. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 7 o'clock. അടുത്തത്, ഐ സ്ലീപ് അറ്റ് മിഡ്നൈറ്റ്. ഞാൻ അർദ്ധരാത്രിയാണ് ഉറങ്ങാറുള്ളത്. ഐ സ്ലീപ് അറ്റ് മിഡ്നൈറ്റ്. അപ്പൊ മിഡ്നൈറ്റിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, അറ്റ് യൂസ് ചെയ്യും. അടുത്ത എക്സാമ്പിൾ, വി ഈറ്റ് ടുഗദർ അറ്റ് ലഞ്ച് ടൈം. നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. എപ്പോൾ, അറ്റ് ലഞ്ച് ടൈം. ഇങ്ങനെയുള്ള സമയം പറയുമ്പോഴും എന്ത് യൂസ് ചെയ്യും, അറ്റ് യൂസ് ചെയ്യും. വി ഈറ്റ് ടുഗദർ അറ്റ് ലഞ്ച് ടൈം. ഉച്ചഭക്ഷണ സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് കഴിക്കാറ്. എക്സാമ്പിൾ, ഹി കോൾഡ് മീ അറ്റ് ദാറ്റ് മൊമെന്റ്. അവൻ എന്നെ വിളിച്ചു ആ നിമിഷം. അപ്പൊ ആ ഒരു എക്സാക്ട് മൊമെന്റ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യാം. ഹി കോൾഡ് മീ അറ്റ് ദാറ്റ് മൊമെന്റ്. ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് അവൻ എന്നെ വിളിച്ചു. ഓൺ എവിടെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ പെർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ പറയുന്ന സമയത്ത് എന്താണ് യൂസ് ചെയ്യുക, ഓൺ ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ഡേയ്സ് ഓഫ് ദ വീക്ക് പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. അതായത് ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ ഫ്രൈഡേ, ഓൺ സാറ്റർഡേ. ദിവസങ്ങളും ആ ദിവസത്തിലെ ചില ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് പറയുന്ന സമയത്ത് എന്ത് നമുക്ക് യൂസ് ചെയ്യാം, ഓൺ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓൺ മൺഡേ മോർണിംഗ്, ഓൺ ഫ്രൈഡേ നൈറ്റ്. ഇവിടെ മൺഡേ, ഫ്രൈഡേ എന്നുള്ള ദിവസങ്ങൾ ആദ്യം വരുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ ഓൺ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് മോർണിംഗ് എന്ന് മാത്രം പറയുമ്പോൾ ഇന്ന നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നൈറ്റ് എന്ന് മാത്രം പറയുന്ന സമയത്ത് അറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. അതിനുശേഷം വരുന്നത് എന്തായാലും നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഓൺ ഉപയോഗിക്കണം. ഡേറ്റ്സ് പറയുന്ന സമയത്ത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓൺ 5th June, ഓൺ 25 December, ഓൺ മൈ ബർത്ത്ഡേ, ഓൺ ന്യൂ ഇയേഴ്സ് ഡേ. എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്കിന്റെ കൂടെ ഡേ വരുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഓൺ ആയിരിക്കും. അതാണ് ഓൺ മൈ ബർത്ത്ഡേ, ഓൺ ന്യൂ ഇയേഴ്സ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ഈദ് ഡേ, ഓൺ ഓൺ ഡേ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചില സ്പെഷ്യൽ ഡേയ്സ് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഓൺ ചിൽഡ്രൻസ് ഡേ, ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ ഡേ ഓൺ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദി എക്സാം ഇസ് ഓൺ മൺഡേ. പരീക്ഷ തിങ്കളാഴ്ചയാണ്. ദ എക്സാം ഈസ് ഓൺ മൺഡേ. കാരണം മൺഡേ എന്ന് പറയുന്ന ആഴ്ചയിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഓൺ യൂസ് ചെയ്യണം. അവിടെ വി ഹാവ് എ മീറ്റിംഗ് ഓൺ 5th July. നമ്മൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ഓൺ 5th July. ഓക്കെ, മന്ത് പറയുന്ന സമയത്ത് നോർമലി നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഡേറ്റ് അതിന് മുമ്പേ വന്നതുകൊണ്ട് ഓൺ യൂസ് ചെയ്യണം. വി ഹാവ് എ മീറ്റിംഗ് ഓൺ 5th July. ഐ ഗോ ജോഗിങ് ഓൺ സൺഡേ മോർണിംഗ്. ഞാൻ ജോഗിങ്ങിന് പോകാറുണ്ട് സൺഡേ മോർണിംഗിൽ. അപ്പൊ മോർണിംഗിന്റെ കൂടെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുക ഇന്നാണ്. പക്ഷെ അവിടെ സൺഡേ എന്നുള്ള ഡേ വന്നതുകൊണ്ട് അവിടെ എന്ത് യൂസ് ചെയ്യണം, ഓൺ യൂസ് ചെയ്യണം. അപ്പൊ സൺഡേ കഴിഞ്ഞിട്ട് വരുന്നത് മോർണിംഗ് ആണോ, ആഫ്റ്റർനൂൺ ആണോ, ഈവനിങ് ആണോ എന്നുള്ളത് അവിടെ വിഷയമല്ല. സൺഡേ ആണ് ആദ്യം വരുന്നതെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം, ഓൺ ആയിരിക്കണം. സോ ഐ ഗോ ജോഗിങ് ഓൺ സൺഡേ മോർണിംഗ്. ഇനി ഇന്നിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ലോങ്ങർ പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ്. കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള പീരീഡ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഏതെങ്കിലും സ്പെസിഫിക് ഡേയോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ പറയുന്ന സമയത്തല്ല, കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള പീരീഡ് പറയുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യണം, ഇൻ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മന്ത്സ്, മാസങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻ ജാനുവരി, ഇൻ ഓഗസ്റ്റ്, ഇൻ സെപ്റ്റംബർ, ഇൻ ജൂലൈ. അതുപോലെ ഇയേഴ്സ് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ഇന്നാണ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻ 2025, ഇൻ 1998,
അതുപോലെ ഡെക്കേഡ്സ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സെഞ്ചുറീസ് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? ഇൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ 1990s 1990-കളിൽ. ഓക്കെ, ഡെക്കേഡ്സ് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും. ഇൻ ദ 1990s. അതുപോലെ ഇൻ ദി 18th century, അവിടെ നമ്മൾ സെഞ്ചുറി പറയുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്തു? ഇൻ യൂസ് ചെയ്യും. ഇൻ ദി 18th century, 18ാം നൂറ്റാണ്ടിൽ എന്നർത്ഥം. നമ്മൾ സീസൺസ് ഒക്കെ പറയുന്ന സമയത്തും ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഇൻ സമ്മർ, ഇൻ വിന്റർ, ഇൻ മൺസൂൺ. അതുപോലെ ദിവസങ്ങളുടെ ചില ഭാഗങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ മോർണിംഗ് രാവിലെ, ഇൻ ദി ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം, ഇൻ ദി ഈവനിങ് വൈകുന്നേരം. പക്ഷെ ഓർക്കുക, ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നൈറ്റ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ് ആണ്, അറ്റ് നൈറ്റ്. ഇനി ലോങ്ങർ ആയിട്ടുള്ള ഫ്യൂച്ചർ ടൈം പറയുന്ന സമയത്തും അല്ലെങ്കിൽ ആ സമയത്തിനുള്ളിൽ, ഇത്ര സമയത്തിനുള്ളിൽ എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻ എ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ, ഇൻ 2 hours 2 മണിക്കൂറുകൾക്കുള്ളിൽ, ഇൻ എ വീക്ക് ഒരാഴ്ചക്കുള്ളിൽ. ഇനി നമുക്ക് ഇന്ന് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സ്കൂൾ റീഓപ്പൺസ് ഇൻ ജൂലൈ. സ്കൂൾ റീഓപ്പൺസ് ഇൻ ജൂലൈ. സ്കൂള് വീണ്ടും തുറക്കുന്നത് എപ്പോഴാണ്? ജൂലൈയിലാണ്. അവിടെ മന്ത് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എന്ത് യൂസ് ചെയ്തു? ഇൻ യൂസ് ചെയ്യും. മന്ത് എന്ന് പറയുന്നത് ലോങ്ങർ പീരീഡ് ആണ്. എക്സാമ്പിൾ, ഐ വാസ് ബോൺ ഇൻ 1998. ഞാൻ 1998-ലാണ് ജനിച്ചത്. അപ്പൊ അവിടെ ഒരു ഇയർ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഇയറിന്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഇന്നാണ് യൂസ് ചെയ്യുക. ഐ വാസ് ബോൺ ഇൻ 1998. അടുത്ത എക്സാമ്പിൾ, വി ട്രാവൽ ഇൻ വിന്റർ. നമ്മൾ ശൈത്യകാലത്താണ് യാത്ര ചെയ്യാറ്. വി ട്രാവൽ ഇൻ വിന്റർ. അവിടെ നമ്മൾ ഒരു സീസൺ ആണ് ഉപയോഗിച്ചത്. അപ്പൊ സീസണിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇൻ യൂസ് ചെയ്യും. വി ട്രാവൽ ഇൻ വിന്റർ. എക്സാമ്പിൾ, ഹി വിൽ കം ഇൻ എൻ അവർ. അവൻ 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനകം വരും. ഹി വിൽ കം ഇൻ എൻ അവർ. ഒരു പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറ്റ് എവിടെയാണ്, ഓൺ എവിടെയാണ്, ഇൻ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനൊക്കെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ് എന്നാണ് പറയുന്നത്, അല്ലെ? അതൊരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ അറ്റ് നൈറ്റ് എന്നാണ് പറയാം. ഇൻ ദ നൈറ്റ് ചില സ്റ്റോറി ടെല്ലിംഗിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നല്ലാതെ നോർമലി നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള സംസാരത്തിൽ എന്താണ് യൂസ് ചെയ്യുക? അറ്റ് നൈറ്റ് എന്നാണ് യൂസ് ചെയ്യുക. അറ്റ് നൂൺ, അറ്റ് മിഡ് നൈറ്റ് എന്നൊക്കെയാണ് പറയാ. ഇൻ ദ നൂൺ എന്നോ ഇൻ ദ മിഡ് നൈറ്റ് ഒന്നും നമ്മൾ പറയാറില്ല. ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്. നമ്മൾ വീക്കെൻഡിൽ എന്ന് പറയുന്ന സമയത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ ഓൺ ദ വീക്കെൻഡ് എന്ന് പറയും. വേറെസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് അറ്റ് ദ വീക്കെൻഡ് എന്നാണ്. ഈ ഒരു എക്സെപ്ഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ സ്റ്റഡി ഇൻ ദ മോർണിംഗ് ബട്ട് ഐ റിലാക്സ് അറ്റ് നൈറ്റ്. ഞാൻ രാവിലെയാണ് പഠിക്കാറ്, പക്ഷെ ഞാൻ റിലാക്സ് ചെയ്യുന്നത് എപ്പോഴാ? നൈറ്റിലാണ്. ഐ സ്റ്റഡി ഇൻ ദ മോർണിംഗ് ബട്ട് ഐ റിലാക്സ് അറ്റ് നൈറ്റ്. അല്ലെ? ഡേയ്സിന്റെ ചില ഭാഗങ്ങളാണ്, പക്ഷെ നമ്മൾ മോർണിംഗിന്റെ കൂടെ ഇന്ന് യൂസ് ചെയ്തു, പക്ഷെ നൈറ്റിൽ എന്താണ് യൂസ് ചെയ്തത്? അറ്റാണ് യൂസ് ചെയ്തത്. അപ്പൊ ചില എക്സെപ്ഷൻസും ഇതിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുവരെ കേട്ടതിൽ നിന്നും എവിടെയാണ് അറ്റ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഇൻ ഉപയോഗിക്കുന്നത്, അതുപോലെ എവിടെയാണ് ഓൺ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ചെറിയൊരു സമ്മറി ആയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള ടൈം പറയുന്ന സമയത്താണ്. ഫോർ എക്സാമ്പിൾ, അറ്റ് 5 PM, അറ്റ് മിഡ് നൈറ്റ്. എന്നാൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നതോ ഡേയ്സ് അല്ലെങ്കിൽ ഡേറ്റ്സ് പറയുന്ന സമയത്താണ്. ഫോർ എക്സാമ്പിൾ, ഓൺ മൺഡേ, ഓൺ 6th May. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതോ ലോങ്ങർ പീരീഡ്സ് പറയുന്ന സമയത്താണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ജൂൺ, ഇൻ 2025, ഇൻ വിന്റർ, ഇൻ ദ മോർണിംഗ്. അപ്പോൾ പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എന്താണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഒരു മിനി ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിൽ അറ്റ്, ഓൺ, ഇൻ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഞാൻ ബ്ലാങ്ക് ആക്കി വെക്കും. 6 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതിൽ എവിടെയാണെന്നും ഇൻ എവിടെയാണെന്നും ഓൺ എവിടെയാണെന്നും നിങ്ങൾ പറയണം. Are you ready? My first question. The class starts dash 6 PM. At, on or in? The class starts at 6 PM. Next question. We met dash Monday morning. We met dash Monday morning. At, on or in? We met ഓൺ മൺഡേ മോർണിംഗ്. കാരണം മൺഡേ എന്നുള്ള ദിവസം അവിടെ വന്നിട്ടുണ്ട്. അവിടെ എന്ത് യൂസ് ചെയ്യണം? ഓൺ യൂസ് ചെയ്യണം. മൺഡേക്ക് ശേഷം വരുന്നത് മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്ന് നോക്കിയിട്ടല്ല ആ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത്. ഡേ ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്തിരിക്കണം? ഓൺ യൂസ് ചെയ്തിരിക്കണം. സോ വി മെറ്റ് ഓൺ മൺഡേ മോർണിംഗ്. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫെസ്റ്റിവൽ ഇസ് ഡാഷ് സെപ്റ്റംബർ. ദ ഫെസ്റ്റിവൽ ഇസ് ഡാഷ് സെപ്റ്റംബർ. അറ്റ്, ഓൺ ഓർ ഇൻ? ദ ഫെസ്റ്റിവൽ ഇസ് ഇൻ സെപ്റ്റംബർ. കാരണം മന്തുകൾ പറയുന്ന സമയത്ത്, മാസങ്ങൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വർഷങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഇന്നാണ് യൂസ് ചെയ്യുക. സോ ദ ഫെസ്റ്റിവൽ ഇസ് ഇൻ സെപ്റ്റംബർ. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ സ്ലീപ് ഡാഷ് നൈറ്റ്. ഐ സ്ലീപ് ഡാഷ് നൈറ്റ്. അറ്റ്, ഓൺ ഓർ ഇൻ? ഐ സ്ലീപ് അറ്റ് നൈറ്റ്. കാരണം നൈറ്റിന്റെ കൂടെ അല്ലെങ്കിൽ മിഡ് നൈറ്റിന്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? അതുപോലെ നൂണിന്റെ കൂടെ എന്താണ് യൂസ് ചെയ്യുന്നത്? അറ്റാണ് യൂസ് ചെയ്യുന്നത്. എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ ഐ സ്ലീപ് അറ്റ് നൈറ്റ്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു? പ്രിപ്പോസിഷൻസ് ടൈമിന്റെ കൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുക, അറ്റ്, ഓൺ, ഇൻ ഇവ ടൈമിന്റെ കൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് എന്ത് പഠിക്കാം? പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് പഠിക്കാം. ഈ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എവിടെയാണ് അറ്റ് ഉപയോഗിക്കുക, എവിടെയാണ് ഇൻ ഉപയോഗിക്കുക, എവിടെയാണ് ഓൺ ഉപയോഗിക്കുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും